അപ്പോൾ കേട്ടോ ഇത്രയും ഭാഗം നമ്മൾ അടിച്ചു. ആ ഒരു ഏരിയ ഇങ്ങനെ അടിച്ചു വന്നിട്ട് പിന്നെ ഇതിൽ പാച്ച് പറഞ്ഞത് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാകുന്നുള്ളൂ. ഈ ഭാഗത്ത് അത് ക്ലിയർ ആക്കി പിന്നെ അടിയിൽ ഇതുണ്ടോ ഗ്യാസിൻ്റെ ആ ഒരു ഓടും ക്ലോസ് ചെയ്യും. കാരണം വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഓടുന്ന ടൈമിൽ അതിന് വരുന്ന ഹീറ്റോ അല്ലെങ്കിൽ എയറോ കാര്യങ്ങളോ ഒന്നും ഉള്ളിലേക്ക് വരരുത്. ഇല്ല അവിടേക്ക് അടിയില്ല. ഇതാണല്ലേ പ്രശ്നം. ഇവിടെ തുറക്കണം. ഇത്ര വേണ്ട, ഈ ലൈന് മതി. കേട്ടോ തമ്പിലിൽ കണ്ട പോലെ അടുത്തൊരു വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. മാരുതി 800 ഈ ഒരു മോഡൽ നമ്മൾ അടുത്തായിട്ട് എടുത്തിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ റീസ്റ്റോറേഷൻ വർക്കാണ്. ഇതിൽ ഷോർട്ടായിട്ട് കുറേ ഭാഗങ്ങൾ നമ്മൾ ഇൻസ്റ്റയിൽ അതുപോലെ റീലൊക്കെ ആയിട്ട് ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടെന്നില്ല കേട്ടോ, ഷോർട്ടും റീൽസൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് അയച്ച് പാച്ചൊക്കെ ചെയ്ത് അത്യാവശ്യം ഈ ഒരു ഭാഗങ്ങൾ അയക്കണമൊക്കെ ഷോർട്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരിക്കലും കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ യൂട്യൂബിൽ തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നീട് നമുക്കൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് ഏകദേശം ലെവലിൽ ഇങ്ങനെ കൊണ്ടുനടക്കണം. അത് സ്റ്റോക്ക് കണ്ടീഷനിൽ കൊണ്ടുനടക്കണം. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എഴുതിയിട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കാണ്. ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഫുൾ വീഡിയോസ് ആയിട്ട് പാർട്ടായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ പവർ സ്റ്റോക്കിൻ്റെ അടുത്തൊരു റീസ്റ്റോറേഷൻ വർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് മുമ്പത്തെ ഈ ഒരു ഭാഗം നമ്മൾ അണ്ടർ കോട്ടും കാര്യങ്ങളും അടിച്ചതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നൈറ്റാണ് എടുത്തത്. നൈറ്റാണ് അധികം ഇതിൻ്റെ വർക്ക് എടുക്കല്. വേറെയുള്ള വർക്കുകൾ നമ്മൾ പെൻഡിങ് ആവേണ്ട എഴുതിയിട്ട് ഇപ്പോൾ ഇത്രയും വർക്ക് നമ്മൾ ചെയ്തതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും നമ്മൾ കയ്യിലുണ്ട്. അതിൽ ആഡ് ചെയ്യുക. അതിൽ ക്ലിയർ ആക്കുന്നത് റീസ്റ്റോറേഷൻ്റെ ഫുള്ളല്ലാതെ ചെറിയ ഭാഗങ്ങളായിട്ട് ഇടണം എഴുതിയിട്ട് ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. രാത്രി ഒരു 9 മണിയുടെ മുമ്പേ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഇനി മുതൽ നമുക്ക് ഇതിൻ്റെ പാർട്ടായിട്ടുള്ള വീഡിയോസ് യൂട്യൂബിലായിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ള ഒരു പ്ലാനാണ്. ഇപ്പോൾ നൈറ്റാണ്, എത്ര ക്ലിയർ ആവുമെന്ന് അറിയില്ല. കാരണം വർക്കിൻ്റെ ഇടയിൽ നമുക്ക് സ്പേസ് ഇടുന്നൊരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അടിക്കാനും നമുക്ക് സ്വസ്ഥമായിട്ട് വർക്ക് എടുക്കാൻ പറ്റുന്ന ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നൈറ്റാണ്. അപ്പോൾ ഇതിൽ ചെയ്യരുത്, മറ്റൊന്ന് അടിയില്ല. അങ്ങനെന്തായി തീരുമാനമാവോ? കഴിഞ്ഞോ? എത്ര ഉണ്ട്? കൈമാക്കല്ലേ കേട്ടോ, മേലാക്കല്ലേ, കൈമാതലായിരുന്നു മേലാക്കല്ലേ. ഇപ്പോൾ കേട്ടോ ഇത്രയും ഭാഗമായി കണ്ടോ. ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ അടിച്ചു പോവാം. ഇത് ഡബിൾ കോട്ട് അടിക്കണം കേട്ടോ, എന്നാലും അത്യാവശ്യം ക്ലിയർ ഇട്ടുള്ളൂ. പിന്നെ ഇവിടേക്ക് നമുക്ക് വൈറ്റ് പൂസാണല്ലോ, അവിടെ അല്ലാണ്ട് അലമ്പാവില്ല. സീറ്റിൻ്റെ ഭാഗം നമുക്ക് എടുത്ത് നോക്കാൻ പറ്റുന്ന ഒരു ഏരിയ. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇങ്ങനെ ഫുള്ളായിട്ട് അടിക്കണം. ഒരു കോട്ട് കൂടെ അടിക്കേണ്ടി വരും. ഇത് അടിച്ചു കഴിഞ്ഞാൽ ബ്രഷിൻ്റെ പാട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുത്തിപ്പോയി ചെയ്യണം. ബ്രഷും അടിക്കുകയാണ് നല്ലത്. ഒന്നാമത് എന്താ വെച്ചാൽ മൊത്തമായിട്ട് നമുക്ക് കവർ ചെയ്യണം. സ്പ്രേ അടിക്കുകയാണെങ്കിൽ സ്പ്രേ അടിക്കുന്നതിനേക്കാളും ഒന്നും കൂടെ കട്ടി കിട്ടത്താണ്. ടിന്നറൊന്നും കൂടാതെ ഇതിലുണ്ടോ ഇത് ഇടുക, പൂസുക, കുട്ടിട്ടോ കാലുമ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ തലക്ക് ഫുള്ളാക്കി ഇങ്ങനെ പോവാം. രണ്ടാമത് ഇപ്പച്ചതിന് മുകളിൽ കൂടെ ഒന്നും അടിച്ചു പോരേണ്ടി വരും അല്ലേ. ഒരിടത്ത് ഇരുന്നോ. ഫോട്ടോ ഒന്നുമല്ല, ഞാൻ വെറുതെ വീഡിയോ ഓണാക്കിയിട്ട് ഇങ്ങനെ വെച്ചാ ഞാൻ ഈ കൊടുക്കാൻ എടുത്ത് നോക്കിയല്ലേ. എങ്ങനെയുണ്ട് പണി? നമ്മളെ വല്ല കൊട്ടി മേലോ അങ്ങനെ പോ, ഫുള്ളാക്കി പോ. ഇങ്ങനെ ഒരു ഇതില് കാലുമാവും. അങ്ങനെ പോട്ടെ. അത്രയും ഭാഗം അടിച്ചാണ് ഈ ഒരു ഏരിയ ഒന്നല്ലേ ഇങ്ങനെ അടിച്ചു വന്നത്. രണ്ടാമത് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അടിച്ചു പോകണം. കുഴപ്പമില്ല, പരമാവധി ഫിനിഷ് ചെയ്ത് പോകുന്നുണ്ട്. അടിക്കുമ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം കട്ടിയിൽ കിട്ടും. നമ്മളടിക്കാൻ പോലല്ല, ഒന്ന് നല്ല കൂടുതൽ എടുത്തുകൊണ്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. കണ്ടോ ആ തിരക്കുന്നതിന് ചെറിയ കടന്നിട്ട് അവിടെ കൈയ്യട്. അപ്പോൾ അതാണ് എന്തായാലും ഫുള്ളായിട്ട് നൈറ്റ് നമുക്ക് എത്ര ക്ലിയർ ആവുന്നറിയില്ല. രാവിലെ നമുക്ക് സെറ്റായിട്ട് വീഡിയോസ് കാണിച്ചു തന്നെയാണ്. ഇതുണ്ടോ ഇവിടെയൊക്കെ ഓരോ ഭാഗം അടിച്ചു വരാണ്ട്. നമുക്കെന്താ വെച്ചാൽ ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ, അതായത് ക്ലിയർ ആക്കാൻ പറ്റാത്തൊരു ഏരിയയാണ് ഈ ഭാഗം. അപ്പോൾ അവിടെ പക്കായിട്ട് ചെയ്താലേ ഒരു കാര്യമുള്ളൂ. പിന്നെ മുകൾ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ നോക്കട്ടെ, വൈറ്റ് അടിക്കണം ആ ഒരു ഭാഗം മൊത്തമായിട്ട്. പിന്നീട് അടിച്ചാലും മതി. ഇവിടെ ഫിനിഷ് ചെയ്യട്ടോ ഫുള്ള്. എന്നുവെച്ചാൽ ഒരു ലിറ്ററിൻ്റെ മുതലെടുത്താണ് നമ്മൾ കാണിച്ചതാ. ഇതുണ്ടോ 3M-ൻ്റെ ഇത്. പിന്നെ പല കമ്പനി വരുന്നുണ്ട്. ഇന്ന കമ്പനി പ്രൊമോട്ടിയൊന്നുമില്ല. ഏകദേശം ഒക്കെ കണക്കെന്ന് പറഞ്ഞാൽ ഒക്കെ സെയിം തന്നെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് തിരക്കുന്ന ഫിനിഷ് ചെയ്ത് നമ്മൾ കട്ടിയിലടിച്ചാൽ അത്രയും നല്ലത്. കാരണം വെച്ചാൽ ടിന്നറും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് പോരാ ഒരു തടിക്കൽ. പക്ഷേ ഒരു കാര്യമില്ല, അതായത് ഗണ്ണിലിടാൻ ടിന്നറിട്ട് അടിച്ചാലേ സ്മൂത്ത് ആവുള്ളൂ. അതാണ് ഗണ്ണിലിടുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഗണ്ണ് കംപ്ലൈൻറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടും
നമ്മൾ ഈ രീതിയിൽ അടിക്കാൻ നല്ലത്. അപ്പോൾ കേട്ടോ ഇത്രയും ഭാഗം നമ്മൾ അടിച്ചു. ആ ഒരു ഏരിയ ഇങ്ങനെ അടിച്ചു വന്നിട്ട് ഇതുണ്ടോ അതിൻ്റെ പാച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷോട്ടൊക്കെ കയ്യിൽ നോക്കിയാൽ അറിയാം, കാരണം ആ ഒരു ഭാഗത്ത് പാച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ടൈപ്പ് 1 ആണ് വണ്ടി. ഇതുണ്ടോ ഞാൻ അടുത്ത വീഡിയോ രാവിലെ ആയിട്ട് ഇടുമ്പോൾ നമ്മൾ പക്കായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗം കാണിച്ചു തരാം. ഇത് നമ്മൾ അവിടെ ആക്കല്ലേ അവിടെ ഷോട്ട് നോക്കല്ലേ പുറത്ത് വെക്കല്ലേ ഉള്ളിലേക്ക്. അപ്പോൾ ഇതിൻ്റെ എന്താ വെച്ചാൽ പിന്നെ അണ്ടർകോട്ട് നമ്മൾ അടിക്കണത്. ഇത് അടിക്കുന്നത് ഉള്ളിൽ അടിക്കണമെന്ന് വെച്ചാൽ തുരുമ്പും കാര്യങ്ങളും വരാതിരിക്കാൻ, തുരുമ്പിന് അത് പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നല്ല കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ പെയിൻറ്റിൻ്റെ പോലെയല്ല, ഒരു തിക്നെസ് ആയിട്ടുള്ള ഒരു കോട്ടിങ്ങാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പോർഷൻ ഇങ്ങനെ ഉണ്ടല്ലോ, ഈ മാറ്റിൻ്റെ ഈ പോർഷൻ നമ്മൾ എപ്പോഴും അയക്കാത്തൊരു ഏരിയ ആണല്ലോ. അപ്പോൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ് കാര്യങ്ങൾ വന്നാലും അറിയില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൽ വന്നത് മാറ്റ് പറഞ്ഞത് പിന്നെ ഒരു സ്പോഞ്ച് പോലത്തെ മാറ്റ് ആയിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് അതിൽ വെള്ളം നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൽ വലിച്ചെടുക്കും. പരമാവധി ഇതിൽ ബോഡിമൊക്കെ ആയിട്ട് പ്ലാറ്റ്ഫോം മലമ്പാവനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി നമുക്ക് വേറെ രീതി ചെയ്യണം എന്നുള്ള പ്ലാന്. അപ്പോൾ ഇതാണ് ഇത്രയും നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ അടിച്ചു വന്നു കേട്ടോ. ഏരിയയിൽ ഇങ്ങനെ അടിച്ചു വന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടാമത് നമ്മളതിൻ്റെ മുകളിൽ കൂടെ അടിക്കണം. എന്തായാലും 2-3 അടിയെങ്കിലും അടിക്കണം അതിൻ്റെ മുകളിൽ കൂടെ. പിന്നെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞത് ഇതാണ് അണ്ടർകോട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ആ അടി അടിക്കണുള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ അടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടാവും. ഇവിടുന്ന് പെയിൻറ്റിൻ്റെ അടിക്കണം. അത് വല്ലാണ്ട് തുരുമ്പ് വരാത്തൊരു ഏരിയയാണത്. പിന്നുള്ളത് സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ. എന്തായാലും നമുക്ക് എപ്പോഴും നമ്മൾ കാണുന്നൊരു ഭാഗമാണ്. അപ്പോൾ അതിൽ അടിക്കണില്ല. ഇല്ല അവിടേക്ക് അടിയില്ല. ഇതാണല്ല പ്രശ്നം. എവിടെ തുറക്കണം? ഇത്ര വേണ്ട, ഈ ലൈന് മതി. ഈ ലൈൻ ഇതാ ഇത്ര മതി കേട്ടോ. ഇങ്ങോട്ട് വേണ്ട. അവിടെ അടിക്കില്ല. ഇവിടെ ഇവിടേക്ക് അടിക്കണില്ല. ഇപ്പം പറഞ്ഞില്ല എന്നോട് ഇവിടേക്ക് അടിക്കണില്ലാന്ന്. അടിച്ചടിച്ച് കയറി പോയിട്ടായിട്ട് സീല്ല തുടച്ചാൽ പോലും ഉണങ്ങേൻ്റെ മുമ്പ് തുടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റാവും. പിന്നെ ആ ഒരു ഭാഗം നമുക്ക് സീറ്റ്, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് സീറ്റ് കൊടുക്കണം. എന്തായാലും സീറ്റ് അയച്ചാൽ നമുക്ക് ആ ഭാഗം ഐഡിയ കിട്ടും. അപ്പോൾ ഒന്നുകിൽ ഇവിടെ വൈറ്റ് കയറണം. പിന്നെ അതുപോലെ ഈ ഗ്ലാസിൻ്റെ സൈഡ് ഉണ്ടല്ലോ, ഇവിടെ പാച്ചുണ്ട്. ഇവിടെ നമ്മൾ ബ്ലാക്ക് അടിച്ചാൽ ബുദ്ധിമുട്ടാണ്. പുറത്തേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈമർ വൈറ്റ് അടിക്കണം. ഇവിടെ രാവിലെ നേരം വിളിക്കാൻ നേരത്തെ ഒരു 3 മണി 2 മണിക്ക് ആ ടൈമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്താണ് ഈ ഗ്ലാസ് കേട്ടോ. ഈ ഗ്ലാസ് അതുപോലെ പിന്നെ ഇതിൻ്റെ ഈ ബ്ലോവറൊക്കെ. പിന്നെ ഇതിൽ പാച്ച് പറഞ്ഞത് ഈ ഒരു ഭാഗത്ത് എടുക്കണ്ടെന്നുള്ളൂ. ഈ ഭാഗത്ത് അത് ക്ലിയർ ആക്കി പിന്നീട് അടിയിൽ അണ്ടർകോട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അടിച്ചു. പിന്നീട് പറഞ്ഞാൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. സ്റ്റീയറിംഗ് വീലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. പാച്ച് ഇല്ലാത്തൊരു മുതൽ കിട്ടിയിട്ടുള്ളതാണ്. 95 മോഡലാട്ടോ വണ്ടി, ടൈപ്പ് 1. അപ്പോൾ ഇതിൻ്റെ പുറംഭാഗം നമുക്ക് ലാസ്റ്റ് പെയിൻ്റ് എടുക്കാവുന്ന പ്ലാന്. അപ്പോൾ ഉൾഭാഗം നമുക്ക് ഇങ്ങനെ ക്ലിയർ ആക്കി വന്നിട്ടുണ്ടെങ്കിൽ ഓടിക്കാനുള്ള രീതിയിലാക്കിയിട്ട് ബാക്കി കുറേശ്ശെ അപ്ഡേഷനും കാര്യങ്ങളും ഇട്ടാന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ അടുത്ത് നമുക്ക് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ എന്താണ് അത്ര പേരുള്ളൂ. ഈ സ്റ്റോക്കിൻ്റെ ഒരു കംപ്ലൈൻറ്റ് അത് ക്ലിയർ ആക്കണം. പിന്നെ അതുപോലെ ബാക്കി നമുക്ക് ആ സ്റ്റീയറിംഗ് വീലിൻ്റെ ഭാഗങ്ങൾ പെഡലുണ്ടോ അതൊക്കെ സെറ്റ് ചെയ്യണം. ബ്രേക്ക് പെഡൽ കൊടുക്കിട്ടോ. ബ്രേക്ക് പെഡൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് കടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ബ്രേക്കും ക്ലച്ച് കേട്ടോ. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഇങ്ങനെ വരിക. നമ്മൾ ആ ഒരു ബഗ്ഗി ഉണ്ടാക്കുന്നുണ്ടല്ലോ, ബഗ്ഗിക്ക് നമുക്ക് ഈ ബ്രേക്ക് പെഡലും ഇതിൻ്റെ സെയിം സാധനം എടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്തത് ഈ ഒരു 2 ഹോളിലായിട്ട് നമുക്ക് ആക്സിലേറ്റർ പെഡൽ. അപ്പോൾ ആക്സിലേറ്റർ പെഡൽ കയറ്റുമ്പോൾ അതിൽ സ്ക്രൂ വരുന്നതാണ്. അപ്പോൾ ഇത് മാറ്റിയിട്ട് 10-ൻ്റെ അല്ലെങ്കിൽ 8-ന് ബോൾട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. കാരണം അയച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പിന്നെ ഫീസ് ബോക്സൊക്കെ സെറ്റ് ചെയ്തിട്ട് ശേഷം നമ്മളിങ്ങനെ വരുന്ന ഹോളുണ്ടല്ലോ, ഈ ഹോളുകൾ ഫില്ലാക്കിയില്ല എന്നുണ്ടെങ്കിൽ AC കൂളിങ് കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിൽ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഇത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇത്രയും സ്പേസാണ്. കാരണം പുറത്തുനിന്ന് വരുന്ന എയറിനെ വലിച്ചിട്ട് ഇതിനുള്ളിൽ കറക്കുമല്ലോ ആ ഒരു സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ എയർ കിടക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ എന്തായാലും ആക്സിലേറ്റർ ഇവിടെ എടുക്കുക. അതുപോലെ ഡാഷ്ബോർഡൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ഈ സംഭവം ടാപ്പ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ പെയിൻ്റ് ഉള്ളിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്ന് ഏകദേശം ക്ലിയർ ആക്കി ഇപ്പോൾ കയറ്റും. പിന്നെ നമ്മൾ ഓടിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സൗണ്ടോ കാര്യങ്ങളോ ഇതൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അതിനകത്ത് ബാക്കി ഫില്ലാക്കുന്നുള്ളൂ കേട്ടോ. ഇത് ഡാമേജുള്ള സ്വിച്ചും കാര്യമില്ല, ഇത് പുറത്ത് ഒഴിവാക്കണം. അപ്പോൾ എന്തൊക്കെ കുറേ വയറുള്ള എക്സ്ട്രാ നമുക്ക് വേണ്ടാത്ത കുറേ വയറുണ്ടല്ലോ, അന്ന് ഇതിനുള്ളിൽ വേണ്ടെന്നുള്ള പ്ലാനാണ്. അല്ലെങ്കിൽ അടുത്ത ടൈം വേറെ വയർ ചെയ്യും. അങ്ങനെ വയറുകളും കാര്യങ്ങളൊക്കെ കൂടുതലായി പോകും. അപ്പോൾ അങ്ങനെ ആയിരുന്നു ഒഴിവാക്കണം. ഇത് മീറ്ററിൻ്റെ ഇതുണ്ടല്ലോ, സ്പീഡ് മീറ്ററിൻ്റെ ഭാഗം അങ്ങനെയുള്ളത്, ചോക്ക് കേബിള്, അപ്പോൾ അതൊക്കെ വേണ്ടതാണ്. ആക്സിഡൻറ്റിൻ്റെ കേബിള്, ഇത് ഡിക്കി, ബോണറ്റ്, അങ്ങനത്തെ ഭാഗങ്ങൾ കേട്ടോ. ഡാഷ്ബോർഡ് പിടിക്കട്ടോ. ഡാഷ്ബോർഡിൻ്റെ ഉൾഭാഗമൊക്കെ പക്കായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലോവറിൻ്റെ ഭാഗമൊക്കെ കണ്ടോ പക്ക വൃത്തിയാണ്. പിന്നെ റീസ്റ്റോറേഷൻ വരുമ്പോഴല്ലോ
ഓരോ ഭാഗം അതിനോട്ടുള്ള ഭാഗം ഇങ്ങനെ നോക്കി വരുമ്പോൾ കുറേ രീതിയിൽ ചെയ്യണ്ടാവും, വർക്ക് നീങ്ങൂലെന്നുള്ള കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു പെഡലുണ്ടല്ലോ, ആ പെഡലുമ്പോൾ നമുക്ക് ആ ഒരു കവറുണ്ടല്ലോ പെഡലിൻ്റെ ഷോ കവറ്, ആ ഒരു മുതൽ നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ ജസ്റ്റ് ഒരു സ്ക്രൂ ഇട്ടിച്ചിട്ടുള്ള കേട്ടോ ഈ മുതൽ. ബാക്കി നമുക്ക് പിന്നെ 1-2 വയർ നമ്മൾ ഒഴിവാക്കി. പിന്നെ ഈ ഒരു വയർ വരുന്നത് ഒരു ആൻറ്റിൻ്റെ കേട്ടോ പോലത്തെ, ആൻറ്റിൻക്ക് ചെറിയ ഹോളുണ്ട്, അപ്പോൾ ലീക്ക് വരും, അപ്പോൾ അത് മാറ്റണം അങ്ങനെ. പിന്നെ ഉള്ളിൽ വരുന്ന വയറുകൾ പരമാവധി ഒതുക്കിയിട്ടുണ്ട്. ഈ വയർ കാണുന്നത് നമുക്ക് ഈ ഡാഷ്ബോർഡിൻ്റെ ഉൾഭാഗത്തേക്ക് ഒരു വയറുണ്ടല്ലോ, അതാണ്. അതും കൂടെ ഒതുക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പക്കായി. ഓവറായിട്ടുള്ള കുറേ ഇലക്ട്രിക്കലായിട്ടുള്ള വർക്ക് ഇങ്ങനെ ചെയ്തതിൻ്റെ വയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാണ് കേട്ടോ. പിന്നെ മീറ്റർ കാര്യങ്ങൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ കൊടുക്കി. പിന്നെ അടുത്ത നമുക്കൊരു വർക്ക് വരാനുള്ളതെന്ന് വെച്ചാൽ ആ ഒരു സംഭവം ഉണ്ട്, ആ റോള് ക്ലോസ് ചെയ്യണം. അതുപോലെ ഇവിടെ ആക്സിലേറ്റർ ക്യാബിൻ്റെ ആണ് ഈ കാണുന്നത് ആ ഒരു ഹോള് കേട്ടോ. അത് വൈറ്റാണ്, അത് ചെറിയൊരു ഹോളുള്ളൂ. പിന്നെ അത് ആ മുകളിലാണ് 2 ഹോള്. അങ്ങനത്തെ ഹോളുകളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യും. പിന്നെ അടിയിൽ ഇതുണ്ടോ ഗ്യാസിൻ്റെ ആ ഒരു ഹോളും ക്ലോസ് ചെയ്യും. കാരണം വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഓടുന്ന ടൈമിൽ അതിന് വരുന്ന ഹീറ്റോ അല്ലെങ്കിൽ എയറോ കാര്യങ്ങളോ ഒന്നും ഉള്ളിലേക്ക് വരരുത്. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യത്തിലുള്ള കച്ചറ കാര്യങ്ങളോ അലമ്പൊക്കെ ക്ലിയർ ആവുന്നുള്ളൂ. പിന്നെ ഈ സ്റ്റീറിംഗ് കോളത്തിൻ്റെ ഇതുണ്ടോ ഒരു ഹോളുണ്ടോ ഈ നോബ് വരുന്ന ഭാഗം, അവിടെയും ക്ലോസ് ചെയ്യണം. അത്രയും ഭാഗം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഭാഗം ഫിറ്റ് ചെയ്യണം. വയർ കണക്ഷൻ്റെ ഇത് നമുക്ക് സെറ്റിലേക്കുള്ള കേട്ടോ, സ്റ്റീരിയോക്കുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ അടിയിൽ ഈ വയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്റ്റെയറിംഗ് ബോക്സിൻ്റെ ആ ഭാഗത്ത് വരുന്നതാണ്. ഇത് സ്റ്റെയറിംഗ് ബോക്സിൻ്റെ എത്രത്തോളം ഇതിൽ അലമ്പുണ്ട് നോക്കിയിട്ട് ക്ലിയർ ആക്കി വരണമെന്നതാണ്. യൂണിവേഴ്സിലും കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഷേക്ക് ഉണ്ട്, അതുപോലെ ഫുള്ളായിട്ട് സേഫ്റ്റി ഷേക്ക് ഉണ്ട്. അതെന്താണെന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്തിട്ട് കയറ്റി വെക്കുന്ന പ്ലാൻ കേട്ടോ. 800-ൻ്റെ ഇത്രയും ഭാഗം നമ്മൾ സെറ്റ് ചെയ്തു. ഡാഷ്ബോർഡ്, സ്റ്റീരിംഗ് കോളം, അതുപോലെ ഈ ഭാഗത്തിൽ സെറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടില്ല കേട്ടോ. ക്ലീനാക്കി സെറ്റാക്കി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാമെന്നുള്ള ഇത്രയും ഭാഗം സെറ്റ് ചെയ്തു. പിന്നെ ബാക്ക് നോക്കുമ്പോട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു മാറ്റ് താൽക്കാലികം നമ്മൾ ഇതിലിട്ട് വെക്കും. കാരണം വെച്ചാൽ ഇതിൽ കയറിയിട്ട് ചവിട്ടിയിട്ടുണ്ടെന്ന് ചിലവുണ്ടെന്ന് കരുതിയിട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു മാറ്റ് ഒഴിവാക്കിയിട്ട് വേറെ മാറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ, അതായത് ഈ ഒരു പാർട്ടിലുള്ള വീഡിയോ ഇത്രേ ഉള്ളൂ, ചെറിയൊരു കുഞ്ഞ വീഡിയോ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടാണ്, വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും അടുത്തൊരു പാർട്ടായിട്ട് ഇടാന്നുള്ള പ്ലാനിൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ടൈം കുറേ കേട്ടോ, അത്യാവശ്യം രീതിയിൽ ഇതാക്കി. ഇന്ന് നൈറ്റ് നിൽക്കണം. നൈറ്റാണ് ഇതിൻ്റെ വർക്ക് ഒരു നടക്കുള്ളൂ എന്നുള്ളത്. കാരണം വെച്ചാൽ റീസ്റ്റോറേഷൻ ആകുമ്പോൾ അത്രയും പക്കായിട്ടൊരു തലക്കുന്ന ഇങ്ങനെ എടുത്ത് വരുമ്പോഴേക്കിന് ടൈമോ പിന്നെ സാധനങ്ങൾ കിട്ടാത്തത് ഇല്ലാത്തത് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഈ ഭാഗം നമ്മൾ ഇന്നലെ അയച്ചതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തു. ഇവിടെ നിന്ന് പേസ്റ്റ് ഇട്ട ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇന്ന് നൈറ്റ് നിന്നിട്ട് ടൈം കിട്ടുന്നുണ്ട്. ഇന്ന് നൈറ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം നാളെ രാവിലെ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്നുള്ള കേട്ടോ. അപ്പോൾ അടുത്തൊരു പാർട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.